ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് വരിക. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 60-70 മൊഡ്യൂൾസ് ഉണ്ട്. പക്ഷേ എല്ലാം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് അക്കൗണ്ടിങ്, പോയിൻ്റ് ഓഫ് സെയിൽ, ഇൻവെൻട്രി, പർച്ചേസ് അതൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് സെയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതെന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ ഷോപ്പുകളാണ്. നമുക്ക് ജസ്റ്റ് ഒരു ബേക്കറി എന്ന് പറഞ്ഞ ഷോപ്പ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്നതൊക്കെ നമ്മുടെ റീച്ചറിൽ കാണുന്നതൊക്കെ നമ്മൾ പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കുക. ഓരോരോ ഏകദേശം ഒരു 10-20 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് ആ ഒരു പ്രൊഡക്റ്റിന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ബില്ലിലിട്ട് ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അവിടെ ബില്ലിൻ്റെ അവിടെ തന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും അതിനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ തവണ ക്ലിക്ക് ചെയ്താൽ ആ ബില്ലിൽ ഇങ്ങനെ അത് കൂടുകയൊക്കെ ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പുതിയൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനാണെങ്കിൽ റൈറ്റിൽ അതേപോലെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാരണം ഡീറ്റെയിൽസ് കൊടുത്താൽ ഈ പുതിയ പ്രൊഡക്റ്റ് ആഡ് ആവും. പിന്നെ ബാർകോഡും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു ഇതായതിന് ശേഷം പേയ്മെൻറ്റ് അടിച്ച് ക്യാഷ് ആണോ കാർഡാണോ കസ്റ്റമർ അക്കൗണ്ടാണോ എന്നൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ സിമ്പിൾ പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു POS നമ്മൾ സെറ്റ് ചെയ്യാം. ഇതേപോലത്തെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. 1-2 ഡിഫോൾട്ടായിട്ടുള്ള രൂപ ഉണ്ടാവും. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഓർഡർ ആക്കിയാൽ പുതിയ ക്ലയൻസ് കിട്ടും. അതേപോലെ തന്നെ മേലെ നമ്മൾ നിലവിൽ ഓരോരോ ഒരു സമയത്ത് തന്നെ 1-ൽ കൂടുതൽ ക്ലയൻസിനെ വരെ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് പർച്ചേസസ് ഒന്ന് കാണിച്ചു തരാം. പർച്ചേസിൻ്റെ മൊഡ്യൂൾസ് അങ്ങനെ വരുന്നതെന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് പർച്ചേസിൻ്റെ ഇതായിട്ട് വരിക. പർച്ചേസ് മൊഡ്യൂളിൽ ഏകദേശം ഈ ഒരു ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ഒരുവിധ ആവശ്യമായ ഡാറ്റാസൊക്കെ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിന് അലോക്കേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഡേറ്റ ആയാലും വെണ്ടർ ഡീറ്റെയിൽസ്, എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഏകദേശം ഒരു 5 ടൈപ്പ് ഡിഫോൾട്ട് ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐ കാച്ചിങ് ആയിട്ട് ഡാറ്റാസ് പെട്ടെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ പിന്നെ ജസ്റ്റ് ഇതിൽ വരുന്നത് ഞാൻ ജസ്റ്റ് ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ന്യൂ നിൽക്കുക, പിന്നെ അതിൽ ജസ്റ്റ് ഒരു വെണ്ടറെ നെയിം അടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ജസ്റ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ജസ്റ്റ് ആഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യാം. ഞാൻ യൂണിറ്റ് പ്രൈസ് ജസ്റ്റ് ഒരു 3313 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ടാക്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. നമുക്ക് ആ ടാക്സ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കട്ടോ. ദെൻ നമ്മൾ നോക്കി അവർക്ക് ഇമെയിൽ അയച്ച് ഓക്കെ, അങ്ങനെ ഈ നമ്മൾ ഓർഡർ കൺഫേം ആയാൽ ജസ്റ്റ് കൺഫേം ഓർഡർ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റ് റിസീവ് പ്രൊഡക്റ്റ് വെക്കുക. അത് കഴിഞ്ഞ ശേഷം വാലിഡേറ്റ് വെക്കുക. ഓക്കെ, ഇതാണ് നമ്മളെ ഇത്ര സിമ്പിളാണ് നമ്മൾ ഇത് വരെ പർച്ചേസ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ PDF ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അക്കൗണ്ട് മൊഡ്യൂൾസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് അക്കൗണ്ട് മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഓക്കെ, ഇതാണ് അക്കൗണ്ട് മൊഡ്യൂളിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം ഡാറ്റാസൊക്കെ എടുത്തിട്ടുണ്ടാവും. ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ആണ്. ദെൻ പിന്നെ നമ്മൾ റിപ്പോർട്ടിൻ്റെ സെക്ഷനിൽ പോയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിപ്പോർട്ടും ഇവിടെ ഉണ്ടാവും. ദെൻ അക്കൗണ്ടിങ് സെക്ഷനിൽ പോയാൽ നമുക്ക് എൻട്രീസ് ഇവിടെ കയറ്റാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ ഡീറ്റെയിൽസും കാര്യങ്ങളും വെണ്ടർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ മേലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻവെൻട്രി മൊഡ്യൂൾ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻവെൻട്രി മൊഡ്യൂളിൻ്റെ ഒരു ഫോർമേഷൻ വരിക. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻവെൻട്രി ട്രാക്ക് ചെയ്യാം. അതേപോലെ തന്നെ എക്സ്പയർ കഴിയാനായത്, സ്റ്റോക്ക് ഔട്ടായത്, അല്ലെങ്കിൽ സ്റ്റോക്ക് ക്വാണ്ടിറ്റി അളവ് കുറവുള്ളത് കൂടുതലുള്ളത്, പിന്നെ സ്റ്റോക്ക് സ്റ്റോർ ചെയ്ത ലൊക്കേഷന് കാര്യങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ ഈ ഒരു മൊഡ്യൂൾസിലാണ് വരിക. ഓക്കെ, ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ സെയിൽസ് ഓർഡറും പർച്ചേസ് ഓർഡറൊക്കെ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെയും കൂടി എഫക്റ്റ് ചെയ്യും. നമ്മളിവിടെ അഡീഷണൽ മാനുവലായിട്ട് നമ്മൾ ഡാറ്റ സെൻറ്റർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ രൂപം കേട്ടോ.